അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും ഉറങ്ങുന്നത് ഹറാമാണോ കറാഹത്താണോ എന്നിങ്ങനെ പല ആളുകളും അന്വേഷിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് മഗ്രിബ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളിൽ കാണാൻ കഴിയും. അൻ അബി ബർസത്ത് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വകാന യക്റഹു നൗമ ഖബ്ലഹ, ഇശാ നമസ്കാരത്തിന് മുമ്പ് ഉറങ്ങുന്നതും വല ഹദീസ ബഅദഹ, ഇശാ നമസ്കാരത്തിന് ശേഷം വർത്തമാനത്തിൽ മുഴുകുന്നതും പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇശാ നമസ്കാരത്തിന് മുമ്പ് അഥവാ മഗ്രിബിന് ശേഷം കിടന്നുറങ്ങുന്നത് പ്രവാചകൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇശാ നമസ്കാര ശേഷം സംസാരിച്ചിരിക്കുന്നതും പ്രവാചകൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ മഗ്രിബ് നിസ്കരിച്ച് പിന്നെ കിടന്നുറങ്ങുക എന്നുള്ളത് പ്രവാചകൻ വെറുത്ത കാര്യമാണ്, അതുകൊണ്ട് കറാഹത്താണ്, അത് നിഷിദ്ധമാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ മഗ്രിബിന് മുമ്പ് എന്തുകൊണ്ടാണ് ഉറങ്ങുന്നത് പ്രവാചകൻ വിരോധിച്ചത്, മഗ്രിബിന് ശേഷം എന്തുകൊണ്ടാണ് ഉറങ്ങുന്നത് പ്രവാചകൻ വിരോധിച്ചതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഇഷായുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടോ, ഇഷായുടെ നമസ്കാരം നിർവഹിക്കുന്നതിൽ അലംഭാവം വരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഇഷായുടെ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഗാഢമായി ഉറക്കമാണെങ്കിൽ ആ സമയം നഷ്ടപ്പെടുന്നത് കൊണ്ടോ ഒക്കെയാണ് പ്രവാചകൻ വിലക്കിയത് എന്ന് കാണാൻ കഴിയും. എന്നാൽ സുബഹി നമസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നേർക്ക് നേരെ പ്രവാചകനിൽ നിന്ന് ഈ രൂപത്തിലെ ഹദീസുകളൊന്നും വന്നിട്ടില്ല. എന്നാൽ സ്വഹാബിമാർ സുബഹിക്ക് ശേഷമുള്ള സമയം ബർക്കത്തുള്ള ഖൈറായ സമയമായിട്ടാണ് അവർ മനസ്സിലാക്കുകയും കാണുകയും ചെയ്തിട്ടുള്ളത്. അവർ അങ്ങനെ സുബഹിക്ക് ശേഷം കിടന്നുറങ്ങിയതായി നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നിരിക്കുന്ന റിപ്പോർട്ടിൽ കാണാൻ കഴിയും, അന്നഹു റഅ ഇബ്നഹു ലഹു നായിമൻ, അദ്ദേഹത്തിന്റെ മകൻ ഉറങ്ങുന്നു എന്നുള്ളത് അദ്ദേഹം കണ്ടു. എപ്പോഴാണ്? നൗമത്ത സുബഹിയുടെ ആ നേരത്താണ്. ഫഖാല ലഹു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കും, നീ എഴുന്നേക്കണം. അത്തനാമു ഫിസ്സാഅത്തി അല്ലതി തുഖ്സമു ഫിഹൽ അർസാഖ്, ഉപജീവനം വിതരണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ബർക്കത്തുള്ള ഈ സമയത്താണോ നീ കിടന്നുറങ്ങുന്നത്? അപ്പൊ സുബഹിക്ക് ശേഷമുള്ള ഉറക്കം അത് ഇന്ന് പല ആളുകൾക്കും നിർബന്ധമാണ്. ഓരോ സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കും. സുബഹി നമസ്കാര ശേഷം കിടന്നുറങ്ങുന്ന ഹറാം എന്നൊരു വിധി പ്രഥമ ദൃഷ്ടിയാൽ നമുക്കത് കിട്ടില്ല. എന്നാൽ സ്വഹാബത്ത് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് ശേഷം കിടന്നുറങ്ങിയതായി ഒരു പതിവുള്ള ഒരു ഉറക്കം അല്ലെങ്കിൽ ഗാഢമായ ഉറക്കം നമുക്കത് ഹദീസിൽ നിന്ന് കാണാൻ കഴിയില്ല. നേരെ മറിച്ച് സുബഹിയുടെ സമയം ബർക്കത്തുള്ള സമയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് മഗ്രിബിന് ശേഷമുള്ള ഉറക്കം അത് വെറുക്കപ്പെട്ടതാണ്, നിഷിദ്ധമാണ് എന്ന് നമുക്ക് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സുബഹിക്ക് ശേഷമുള്ള ഉറക്കത്തെക്കുറിച്ച് ഇപ്രകാരം ഹറാം എന്നൊരു വിധി നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടിരുന്നില്ല, റസൂൽ അങ്ങനെ ചെയ്തിരുന്നില്ല എന്നുള്ളത് സ്ഥിരപ്പെട്ട വിഷയമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.